ഈ കാണുന്നത് ആന്റിഡെസ്മ എന്ന് പേരുള്ള ഒരു സസ്യമാണ്. ഇത് സാധാരണ വനങ്ങളിൽ കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ ആന്റിഡെസ്മ എന്നുള്ളത്. ഈ ആന്റിഡെസ്മ എന്നുള്ള വിഭാഗത്തിൽ ഒരുപാട് ഇനം സസ്യങ്ങളുണ്ട്. വലിയ വൃക്ഷങ്ങൾ മുതൽ ചെറു വൃക്ഷങ്ങൾ വരെ, കുറ്റിച്ചെടികൾ വരെയുള്ള സസ്യങ്ങൾ ഇതിലുണ്ട്. ഇതിൽ ഇങ്ങനെ ഒരു പൂങ്കുല വന്നതിന് ശേഷം ഇങ്ങനെ ഒരു കുലകൾ നിറയെ കായകൾ ഇങ്ങനെ ഉണ്ടാകും. ഈ പച്ചക്കായകൾ പഴുത്ത് കഴിയുമ്പോൾ ചെറിയ ഒരു റെഡ് കളറിൽ ആവുകയും പിന്നെ പൂർണ്ണമായി പഴുക്കുമ്പോൾ ഒരു കറുപ്പ് കലർന്ന ഒരു റെഡ് കളറിൽ ആവുകയും ചെയ്യും. ഈ പഴത്തിന് ഒരു പുളിപ്പ് കലർന്ന ഒരു ചെറിയ മധുരമുള്ള ടേസ്റ്റാണ് ഈ പഴത്തിനുള്ളത്. ഇതിലുള്ള ധാരാളം ഇനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതും കൊണ്ട് ഇത് കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ ആന്റിഡെസ്മ എന്നുള്ള ഈ സസ്യം. ഇതിന്റെ പ്രധാനമായ ഔഷധ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഡയബറ്റിക്സിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. നമ്മുടെ നാടുകളിലെങ്കിലും നമ്മുടെ ഈ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വയറുവേദനയ്ക്കൊക്കെ ഈ സസ്യം ഉപയോഗിച്ച് വരുന്നുണ്ട്. മണിപ്പൂർ ഇതിന്റെ ഇല ഇട്ട് ഉള്ള സൂപ്പ് അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഡയബറ്റിക്സിനെതിരെ ഉള്ള ഒരു ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ ആന്റിഡെസ്മ എന്നുള്ള ഈ സസ്യം. നമ്മുടെ പശ്ചിമഘട്ടത്തിലെ വനങ്ങളുടെ വൻവൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഇത്തരം ഈ സസ്യങ്ങളെ കൂടുതലായിട്ട് കാണാൻ കഴിയും. ദീർഘവൃത്താകൃതിയിലുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഇതിന്റെ കായ്കൾ ഒരു പ്രത്യേക ഷേപ്പാണ്, റൗണ്ട് ഷേപ്പ് അല്ല, ഒരു ചെറിയ പരന്ന ഷേപ്പിലുള്ള ഒരു രൂപമാണ് ഈ കായ്കൾക്കുള്ളത്. ഇതിൽ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള ആന്റിഡെസ്മയുടെ സസ്യങ്ങളും ഇതിനിടയിലുണ്ട്. ഇതിന്റെ കായ്കൾ ഭക്ഷ്യയോഗ്യമാണ്. ഇതേ ഇനത്തിൽപ്പെട്ട നമ്മുടെ നാട്ടിൽ ഇതേപോലുള്ള മറ്റൊരു സസ്യമുണ്ട്. അത് നമ്മുടെ താളി ഇനത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. അതിന്റെ കായ്കളും ഇതേപോലെയാണ്. അതും ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കായ്കളാണ്. അതിന്റെ കായ്കൾ ഇതിന്റെ അതേ ഷേപ്പ് തന്നെയാണ് എങ്കിലും പഴുക്കുമ്പോൾ നല്ല പൂർണ്ണമായ ബ്ലാക്ക് കളറിലാവുകയും നല്ല മധുരമുള്ള കായ്കളാണ് ആ സസ്യത്തിനും ഉള്ളത്. ഈ കാണുന്നത് ആന്റിഡെസ്മയുടെ മറ്റൊരു ഇനമാണ്. അപ്പോൾ വീണ്ടും പുതിയ പുതിയ സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ഫോളോ ചെയ്യുക. അപ്പോൾ ഈ കാണുന്നതാണ് ആന്റിഡെസ്മ എന്നുള്ള വനങ്ങളിൽ കാണപ്പെടുന്ന ഒരു സസ്യം.